വെറ്റിലപ്പാറയിൽ. അവിടെ കാണാതായ സ്കൂൾ വിദ്യാർത്ഥി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് വിവരങ്ങൾ. വെറ്റിലപ്പാറ സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അച്ചുവിനെയാണ് കാണാതായത്. പോലീസും വനം വകുപ്പും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെയും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. നിതിൻ സേവ്യർ വിശദാംശങ്ങൾ നൽകും. നിതിൻ, ഈ കുട്ടി എങ്ങോട്ടേക്ക് പോകാനാണ് സാധ്യതകളെന്നാണ് ഇപ്പോൾ കുടുംബവും പോലീസും വനംവകുപ്പും ഒക്കെ അനുമാനിക്കുന്നത്? ആ വഴിയിലൂടെയൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്ര സമയമായിട്ടും ഒരു സൂചന പോലും ലഭിക്കാത്തത് നിതിൻ? ഇന്നലെ ഉച്ചയോടെയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. വെള്ളിക്കുളങ്ങര ശാസ്താപൂവം സ്വദേശിയായ അച്ചുവാണ്. വെറ്റിലപ്പാറ സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അച്ചു. ഇന്നലെ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് അച്ചു സ്കൂളിലെത്തിയിരുന്നു. പിന്നീട് ഈ ഉച്ച സമയത്തൊക്കെ വനത്തിനോട് ചേർന്നുള്ള വാട്ടർ ടാങ്കിന്റെ പരിസരത്ത് സുഹൃത്തുക്കളോടൊപ്പം അച്ചു ഉണ്ടായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വൈകിട്ടോടെയാണ് ഈ ഹോസ്റ്റലിൽ നിന്നും തുണി അലക്കാൻ എന്ന് പറഞ്ഞ് ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. പക്ഷെ പിന്നീട് ഈ കുട്ടി തിരികെ വന്നില്ല. ഇന്നലെ രാത്രി തന്നെ പോലീസും വനം വകുപ്പും ചേർന്ന് വലിയ തോതിലുള്ള തിരച്ചിൽ ഈ ഹോസ്റ്റലിന്റെയും സ്കൂളിന്റെയും സമീപത്തും വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അച്ചുവിനെ കണ്ടെത്താനായിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ കൂടുതൽ വലിയ തിരച്ചിൽ വനപ്രദേശത്ത് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വനത്തിൽ എവിടെയെങ്കിലും കുട്ടി കുടുങ്ങിപ്പോയിട്ടുണ്ടാകാം എന്നൊരു സംശയമാണ് നിലവിൽ പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ അവിടെ വലിയ തോതിലുള്ള പരിശോധന നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് ഇത്തരത്തിൽ ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അച്ചുവിനെ കാണാതാകുന്നത്. അതിനുശേഷം വലിയ പരിശോധന പോലീസ് നടത്തിയിരുന്നു. പക്ഷേ ഈ കുട്ടിയെ കണ്ടെത്താനായില്ല. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ കൂടുതൽ വിപുലമായ പരിശോധന നടത്താനായിട്ട് ഒരു രാത്രി പിന്നിടുകയാണ്. അതിലും വലിയൊരു ആശങ്കയുണ്ടോ? തീർച്ചയായും ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ കുട്ടിയെ കാണാതായത്. പ്രത്യേകിച്ച് ഇത് ഈ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്, കാട്ടാനയൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ കുട്ടി രാത്രിയിൽ വനത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊരു ആശങ്ക, അല്ലെങ്കിൽ ഉൾക്കാട്ടിലേക്ക് വല്ലതും കുട്ടി പോയിട്ടുണ്ടോ എന്നൊരു ആശങ്ക ഈ തിരച്ചിൽ അന്വേഷണ സംഘത്തിനുണ്ട്. പ്രധാനമായും തുണി അലക്കാൻ എന്ന് പറഞ്ഞാണ് ഈ കുട്ടി ഹോസ്റ്റലിൽ നിന്നും പുറത്തേക്ക് പോയത്. പക്ഷെ പിന്നീട് ഈ കുട്ടിയെ കണ്ടിട്ടില്ല. ഈ കുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടി വനത്തിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊരു പ്രധാനമായ സംശയത്തിന്റെ പുറത്താണ് വനപ്രദേശത്ത് പ്രധാനമായും പരിശോധന നടത്തുന്നത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ കൂടുതൽ വിപുലമായ പരിശോധന നടത്താനാണ് തീരുമാനം.